ശ്രീകൃഷ്ണപുരം പാറക്കടവ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ 16 വർഷത്തിനു ശേഷം നവീകരണ കുംഭാഭിഷേകം നടത്തി. ക്ഷേത്രം തന്ത്രി പന്തലക്കോട് മനക്കൽ ദാമോദരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് 2022 ജോലിയിൽ നിന്ന് വിരമിച്ച് പെൻഷനൊക്കെ വാങ്ങി ഇങ്ങനെ കഴിഞ്ഞുകൂടാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഗുരുവായൂരപ്പൻ അവിടെ എന്നെ വിളിക്കുന്നത്. 2000 എൻ്റെ ജ്യേഷ്ഠൻ മൂർത്തിയെടുത്ത് കൃഷ്ണൻ നമ്പൂതിരി ഗുരുവായൂർ മേശാന്തിയായ സമയത്താണ് ഞാനും ഗുരുവായൂർ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം, അന്ന് ഈ കോവിഡ് കാലമായിരുന്നു 2020 എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും അന്ന് തൊഴാനൊന്നും വരാത്തൊരു കാലമായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ ആരും ഇല്ലാത്തൊരു കാലം. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ നമുക്ക് ഭജിക്കാം. അവിടെ അകത്ത് കയറി നമസ്കരിക്കുകയും പിന്നെ ഭജിക്കുകയും സഹസ്രനാമം ചൊല്ലുകയും എന്ത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ കുറച്ച് ദിവസം, എല്ലാ ദിവസവും ഉണ്ടായിരുന്നില്ല എങ്കിലും ഇവിടുന്ന് പോയിട്ട് ഇടയ്ക്ക് ലീവ് എടുത്തിട്ട്, സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഒരാഴ്ച ഒക്കെ ആയിട്ട് പോയി ഇങ്ങനെ അവിടെ ഇന്ന് ഭജനം ഇരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭക്തി എന്നിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. 11 മണിക്ക് നടന്ന ആദരായണ ചടങ്ങിൽ വെച്ച് മുൻ ഗുരുവായൂർ മേൽശാന്തി മൂർത്തിയേടം സുധാകരൻ നമ്പൂതിരിയെ ക്ഷേത്രം തന്ത്രി ആദരിച്ചു. നാരായണീയം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ലീലാ നാരായണീയം രചിച്ച PV ശങ്കരനാരായണനെ ക്ഷേത്രസമിതി ആദരിച്ചു. ഞാൻ പറഞ്ഞ മാതിരി തന്നെയാണ്, ഒരു ശ്രീകൃഷ്ണഭക്തകാരനാവുകൊണ്ടുള്ള സാക്ഷിയാണെന്ന് എനിക്കറിയില്ല. അല്ലാതെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെ പോലെ വ്യാകരണത്തിലോ സംസ്കൃതത്തിലൊക്കെ അവകാശമുള്ള മറ്റ് ആൾക്കാർ ആരും തന്നെ ഇല്ല. പൊതുവെ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഈ നാരായണീയത്തിനെ കുറിച്ച് ഞാൻ എഴുതണമെന്ന് ആഗ്രഹിച്ചപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ദേവജനമായി നടപ്പാക്കി തരും. അതുതന്നെയാണ് ഉണ്ടായിരുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് എനിക്കതിന് സഹായമായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ ജ്യോതിഷമാണ് കുറച്ച് കാലമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇതിനുള്ള സമയം സംബന്ധിച്ചിടത്തോളം വളരെ എന്തായാലും ഇത്രയും ഒരു നവീകരണം കഴിഞ്ഞ് പരിപാലനമായി ദിവ്യ ചൈതന്യത്തോടു കൂടിയിരിക്കുന്ന ഈ സുബ്രഹ്മണ്യസ്വാമിയുടെ ഈ അരങ്ങിൽ വെച്ച് ഇങ്ങനെയൊക്കെ ഒരു അനുമോദനം തരുന്നത്, അതും ഉത്തമമായ ഒന്ന് ഭഗവതിയുടെ നമ്പൂതിരിയാണ്, മറ്റൊരു ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി തന്നെയാണ്. ഈ ശൈവം വൈഷ്ണവം ശാക്രേയം ഇത് മൂന്നെണ്ണയുണ്ട്. സത്വര തമോ ഗുണങ്ങൾ അത് സ്വാമി ഈ പാറക്കടവ് അമ്പലത്തില് ഈ സാത്വികവും രജസ്സും തമസ്സും എല്ലാതിൻ്റെയും പൂർണ്ണ നല്ലപോലെ ഇനിയും ഇതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രസമിതി പ്രസിഡന്റ് PR കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. K ശങ്കരൻകുട്ടി, V ഉണ്ണികൃഷ്ണൻ, PS ഗുരുവായൂരപ്പൻ, T ഉണ്ണികൃഷ്ണൻ നായർ, K സുബ്രഹ്മണ്യഗുപ്തൻ, ശിവരാമകൃഷ്ണ അയ്യർ, S സുന്ദരി, K നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവരെ പാരിതോഷികങ്ങൾ നൽകി ആദരിച്ചു. CCN കടമ്പഴിപ്പുറം.